ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പൾസർ AS200 ക്ലച്ച് ലിവർ മാറ്റാനാണ്. ഈ ക്ലച്ച് ലിവർ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഈ ക്ലച്ച് ലിവറിനുള്ള ഓവറായിട്ടുള്ള വിയർ ആൻഡ് ടിയർ കാരണമാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ലിവർ മാറ്റണം. അപ്പോൾ ഞാൻ ഇന്നിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റോക്ക് ലിവറല്ല, അതിന് പകരം RC390 അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 359. അപ്പോൾ ഇത് NF200-നും AS200-നും എല്ലാം ഡയറക്റ്റ് ഫിറ്റാണ്. ഒരു സ്റ്റോക്ക് OEM ഫിനിഷിൽ തന്നെ ഇത് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ സെറ്റിങ്ങിലോട്ട് ഇടക്കാം. അത് നമുക്ക് ക്ലച്ച് ലിവർ ആദ്യം അയച്ചെടുക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു ബോൾട്ട് ഉണ്ട്. അതൊരു 8 mm ടീ സ്പാനർ വെച്ച് ഊരിയെടുക്കാം. പിന്നെ അടിയിലത്തെ നെറ്റ് നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മുകളിലത്തത് ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈ നെറ്റോടെ ഊരിയെടുക്കാം. ഇത് രണ്ട് ഊരുമ്പോൾ തന്നെ നമ്മളെ ക്ലച്ച് ലിവർ ഇതൊന്ന് ഊരി വരേണ്ടതാണ്. നമ്മളതിൻ്റെ ലിവർ ഊരിയെടുത്ത് കഴിഞ്ഞ് ഇനി നമുക്കിതിൻ്റെ കേബിള് ഈ ലിവറൊന്ന് മാറ്റാം. കേബിൾ റിമൂവ് ചെയ്ത് നമുക്ക് പുതിയ ലിവർ ഇതിലിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് നട്ട് മാത്രം ഊരി കഴിഞ്ഞാൽ ഈ ക്ലച്ച് ലിവർ ഊരി വരില്ല. ഈ ക്ലച്ച് സ്വിച്ചിൻ്റെ രണ്ട് നട്ട് കൂടെ അയച്ചാൽ മാത്രമേ ഇത് ഊരി വരത്തുള്ളൂ. അത് ഊരിയതിനു ശേഷം മാത്രമേ ഇത് ഊരിയെടുക്കാവൂ. അപ്പോൾ നമുക്കിനി ഈ പുതിയ ലിവറിലോട്ട് ഈ കേബിൾ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ പഴയ ബോൾട്ട് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലത് നമ്മളവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമുക്കിനി ഈ ബോൾട്ട് കൂടെ അതിൽ സെറ്റ് ചെയ്യാം. മുകളിലത്തെ സ്ക്രൂ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഈ താഴത്തെ ഈ നട്ട് ഇതിലോട്ട് പ്രോപ്പറായിട്ട് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എല്ലാം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്.